അമേരിക്ക തോൽവി സമ്മതിച്ചു. ബ്രിട്ടൻ ആകെ പരാജിതനായി. ഇന്ത്യക്ക് ചെറിയ മുന്നേറ്റമുണ്ടെങ്കിലും പാകിസ്ഥാന്റെ മുന്നിൽ ഇന്ത്യയും തോറ്റു. അഫ്ഗാനിസ്ഥാൻ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുകിടക്കുകയാണ്. വമ്പൻ വിജയം കരസ്ഥമാക്കി തന്റെ സ്ഥാനം വിട്ടുകൊടുക്കാതെ ഫിൻലാൻഡ് തന്നെ മുന്നിൽ നിലനിൽക്കുന്നു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സന്തോഷം എത്രയാണെന്ന് കണ്ടെത്തിയ റിപ്പോർട്ടിൽ പല വമ്പന്മാരും കടപുഴകി വീണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സന്തോഷത്തിനിടയിലേക്ക് ഏഷ്യയിൽ നിന്ന് ഭൂട്ടാനും പങ്കുചേർന്നു. എന്താണ് നമ്മുടെ ഇന്ത്യക്ക് പറ്റിയത്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് സന്തോഷമില്ലേ? ഫിൻലാൻഡ് എന്തുകൊണ്ടാണ് ആ സ്ഥാനം ആർക്കും നൽകാതെ സൂക്ഷിക്കുന്നത്? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷമില്ലാത്തത്? അതിന് സ്വാതന്ത്ര്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കമൻറ്റ് ബിലോ. നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ലോകരാജ്യങ്ങളുടെ സന്തോഷ പട്ടിക പുറത്തു വന്നു. ഇക്കുറിയും തുടർച്ചയായി 8ാം തവണയും ഫിൻലാൻഡാണ് 1ാം റാങ്ക്. 10ൽ 7.74 സ്കോർ ചെയ്താണ് ഫിൻലാൻഡ് 1ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെയുള്ളവരും സന്തോഷത്തിന്റെ കണക്കുപട്ടികയിൽ എപ്പോഴും മുന്നിലുള്ളവർ തന്നെയാണ്. 2ാം സ്ഥാനത്ത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിന്റെ പോയിന്റ് ആകട്ടെ 7.58. നേരിയ വ്യത്യാസത്തിൽ 7.53 സ്കോറുമായി ഐലൻഡും തൊട്ടു പിന്നിൽ 3ാമത്. 4ാമതായി സ്വീഡനും നെതർലാൻഡ് 5ാമതും. യൂറോപ്യൻ രാജ്യങ്ങളുടെ കുത്തകയാണ് ആദ്യ 5 റാങ്കുകളിലും ഉള്ളത്. 7ാമതും 9ാമതും യൂറോപ്പുകാർ തന്നെ. നോർവേയും ലക്സംബർഗുമാണ് ആ പട്ടികയിലുള്ളത്. സന്തോഷ പട്ടികയിലെ ഈ രാജ്യങ്ങളുടെ ആധിപത്യം ഇതാദ്യമായിട്ടല്ല. ഏറെ സങ്കടകരമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയതാകട്ടെ നമ്മുടെ അമേരിക്കയാണ്. ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നടക്കുന്ന എല്ലാത്തിൻ്റെയും പോലീസാണെന്ന് വിചാരിക്കുന്ന അമേരിക്കയുടെ സ്ഥാനം 24ആണ്. അതായത് ഇത്രയും മോശപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് അമേരിക്ക തള്ളപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. അമേരിക്കയുമായി നിലവിൽ കലഹിക്കുന്നുണ്ടെങ്കിലും കാനഡ 18ാമതും മെക്സിക്കോ ആദ്യ 10ലെത്തി എന്നതും ട്രംപിന് അത്ര ബോധിച്ച കാര്യങ്ങളായിരിക്കില്ല. ഒരിക്കൽ ഭൂമിയും ആകാശവും ഒരുപോലെ ഭരിച്ചിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്ന ബ്രിട്ടന്റെ അവസ്ഥയും ഈ വിഷയത്തിൽ ഏറെ ഖേദകരമാണ്. ഇവരൊക്കെ സന്തോഷിക്കുന്നവരാണെങ്കിൽ സന്തോഷം മറന്നുപോയ ജനതയെയും ഈ ഇൻഡെക്സ് പറയുന്നുണ്ട്. സന്തോഷം തീരെയില്ലാത്ത രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനും സിറിയയും ലിയോണും ലെബനനും ഒക്കെ. 1.364 ആണ് അഫ്ഗാനിസ്ഥാന്റെ സ്കോർ. അത് പിന്നെ വേറെ ആർക്കും അത്ഭുതം തോന്നാത്തൊരു കണക്കാണ്. 2.998 ആണ് സിയറ ലിയോണിന്റെ സ്കോർ. ലെബനന്റേത് 3.188. ആഭ്യന്തര യുദ്ധങ്ങളും കലാപവും സായുധ സംഘടനയുടെ ഭരണവും പിന്നെ വളരെ തുറന്ന ചിന്താഗതിയുമാകുമ്പോൾ സന്തോഷമില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അല്ലേ? കഴിഞ്ഞ കുറേ നാളുകളായി അഫ്ഗാനിസ്ഥാൻ തൻ്റെ സങ്കടം ആർക്കും നൽകാൻ തയ്യാറാകാതെ 1ാം സ്ഥാനം പിടിച്ചെടുത്തിട്ടുണ്ട്. ഫിൻലാൻഡിൻ്റെ അതേ മനോഭാവം തന്നെയാണ് ഇവിടെ അഫ്ഗാനിസ്ഥാൻ എന്ന് തോന്നിപ്പോകും നമുക്ക്. വേറെ രാജ്യങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ എന്ത് പറയാനാണ്? നമ്മുടെ നാടിൻ്റെ, അതായത് നമ്മുടെ മഹാരാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. 147 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ നാടിൻ്റെ റാങ്ക് 118ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം 126ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ രാജ്യമുള്ളത്. അത് ഇപ്പോൾ 118ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആരോടും പോയി പ്രശ്നമുണ്ടാക്കാതെ ഒതുങ്ങി ജീവിക്കുന്ന നമ്മുടെ മഹാരാജ്യത്തിൻ്റെ റാങ്കാണ് ഈ പറഞ്ഞത്. എന്നാൽ പട്ടിണിയും യുദ്ധവും ആഭ്യന്തര സംഘർഷവും ഒക്കെ നിത്യസംഭവങ്ങളായ ഇറാൻ, ഇറാഖ്, ഫലസ്തീൻ, കോങ്കോ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ നമുക്ക് മുന്നിലാണ് എന്ന വസ്തുത ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഇവിടെ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ കൂട്ടത്തിലെ ഇസ്രയേലിൻ്റെ സ്ഥാനമാണ്. കഴിഞ്ഞ 1.5 വർഷം യുദ്ധം ചെയ്തിട്ടും ഇസ്രയേലിലെ ജനങ്ങൾ ഹാപ്പിയാണ്. അവർ ആദ്യ 10ൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ആഭ്യന്തര പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാന്റെ പിന്നിലാണ് നമ്മുടെ രാജ്യം എന്നതാണ് മറ്റൊരു കാര്യം. നേപ്പാളിൻ്റെ റാങ്ക് ഇവിടെ 92ആണ്. പാകിസ്ഥാൻ്റേത് 109ഉം. ശ്രീലങ്ക 133ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് തൊട്ടു പിന്നിൽ 134ാം സ്ഥാനത്തും. എങ്ങനെയാണ് സന്തോഷം കണക്ക് കൂട്ടുന്നത്? ആരാണ് ഈ കണക്കുകൾ പരിശോധിച്ച് വിലയിരുത്തുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ഇറാനും ഇറാഖും ഫലസ്തീനും പാകിസ്ഥാനും ഒക്കെ നമുക്ക് മുന്നിലെത്തുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സന്തോഷം ഇത്ര കുറവ്? ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകില്ലേ? അതിൻ്റെ ഒക്കെ ഉത്തരം നമുക്ക് നോക്കിയാലോ. പ്രധാനമായും 6 ഘടകങ്ങളാണ് സന്തോഷം വിലയിരുത്താൻ പരിഗണിക്കുന്നത്. സാമൂഹിക പിന്തുണ, പ്രതിശീർഷ വരുമാനം, ആരോഗ്യവും ആയുർദൈർഘ്യവും, സ്വാതന്ത്ര്യം, ഉദാരത അല്ലെങ്കിൽ ദാനശീലം, അഴിമതിയെക്കുറിച്ചുള്ള ധാരണയും അതിൻ്റെ മനസ്സിലാക്കലും. ഇവയാണ് ആ 6 ഘടകങ്ങൾ. ഇതിൽ ആദ്യത്തേതിൽ ഇന്ത്യ ഉഷാറാണ്. എല്ലാവരും കൂടി ചേർന്നുള്ള ഒന്നാണ് നമ്മുടെ അടിസ്ഥാന ജീവിത സങ്കല്പം എന്നതും കൂട്ടുകുടുംബങ്ങളുടെ അടിത്തറയുമാണ് ആ നല്ല പ്രകടനത്തിൻ്റെ കാരണം. പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പിന്നിലാണ്. മുന്നിലുള്ള അവസരങ്ങളുടെ കാര്യത്തിൽ അത് ഉറപ്പാക്കുന്നതിൽ, അതിനുള്ള തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളിലൊക്കെ നമ്മൾ മോശമാണ്. അഴിമതിയെക്കുറിച്ചുള്ള മനസ്സിലാക്കലും നമ്മൾ ഏറെ പിന്നിലാണെന്ന് കാണാവുന്നതാണ്.
മറ്റുള്ളവരുടെ കരുണയിലും ദയയിലും വിശ്വാസമുണ്ടായിരിക്കുക എന്നത് മനസ്സമാധാനത്തിനും അതുവഴി സന്തോഷവും നൽകുന്ന ഘടകമാണെന്ന് പഠനം വിലയിരുത്തുന്നുണ്ട്. സർവേയിൽ ഉൾപ്പെടുത്തിയ ഒരു ചോദ്യവും അതിന് പല നാടുകളിൽ നിന്ന് കിട്ടിയ ഉത്തരങ്ങളും അത് വ്യക്തമാക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സ് കാണാതായെന്ന് വിചാരിക്കുക. അത് നിങ്ങളുടെ അയൽക്കാരനോ പോലീസുകാരനോ അതല്ലെങ്കിൽ ഒരു അപരിചിതനോ കിട്ടിയെന്നും കരുതുക. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് കരുതുന്നുണ്ടോ എന്നതായിരുന്നു ആ ചോദ്യം. റാങ്കിങ്ങിൽ മുന്നിലുള്ള നാടുകളിലുള്ളവർക്ക് അത് തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. അവർ അത് എന്തായാലും സ്വന്തം കൈകളിലെത്തുമെന്ന വിശ്വാസം പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു. പരോപകാരത്തിന്റെ ഈ ഉറപ്പ് സാമൂഹിക പിന്തുണ എന്ന ഘടകത്തിന്റെ കരുത്താണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ റാങ്കിങ് ഇങ്ങനെയായിരുന്നു. അയൽക്കാർ തിരിച്ചു തരും എന്നതിൽ 115, അപരിചിതർ തിരിച്ചു തരും എന്നതിൽ 86, പോലീസുകാർ തിരിച്ചു തരും എന്നതിൽ 93. ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്ന കാര്യത്തിൽ 132 സ്ഥാനത്താണ് ഇന്ത്യ. നഗരവൽക്കരണവും ജീവിതശൈലിയിലെ മാറ്റവും കാരണം കൂടിയിരുന്ന് ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്ന ശീലം മാറിയിരിക്കുന്നതിൻ്റെ സൂചനയാണ് ഇത്. സമ്പത്തും വളർച്ചയും മാത്രമല്ല സന്തോഷം തരിക, മറിച്ച് കരുതലും ഒപ്പം കൂട്ടലും ഒക്കെ തന്നെയാണ്. പരസ്പര വിശ്വാസവും എന്ന സിദ്ധാന്തം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറെ പിറകെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാനെക്കുറിച്ചാണ്. വികസനത്തിലേക്ക് വഴി തുറക്കുന്ന ഘടകങ്ങളിൽ സന്തോഷം വേണമെന്ന ആശയം ഭൂട്ടാൻ്റേതായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് ഭൂട്ടാൻ ഇതിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ജനതയുടെ സന്തോഷവും സമാധാനവുമാണ് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടത് എന്ന് ആ രാജ്യത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ചിന്തയും നയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൂട്ടാൻ ഏത് പട്ടികയ്ക്കും അപ്പുറം സന്തോഷമുള്ള നാടാണ്. ഇക്കുറി റാങ്കിങ്ങിൽ ഉൾപ്പെടുത്താത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഫിൻലാൻഡിലേക്ക് വരാം. എന്തുകൊണ്ട് ഫിൻലാൻഡ് ഹാപ്പിയാകുന്നു? ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായ ഫിൻലൻഡ് സ്ഥിരമായി റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2025 തുടർച്ചയായി 8ാം വർഷവും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനം നേടിയാണ് ഫിൻലാൻഡ് വിജയിച്ചിരിക്കുന്നത്. ഈ ശ്രദ്ധേയമായ നേട്ടത്തിന് കാരണം അതിലെ പൗരന്മാരുടെ ക്ഷേമത്തിന് സംഭാവന ചെയ്യുന്ന നിരവധി പരസ്പര ബന്ധിത ഘടകങ്ങളാണ്. ഫിൻലൻഡിൻ്റെ സന്തോഷത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശക്തമായ സാമൂഹിക പിന്തുണയും വിശ്വാസവുമാണ് ഒന്ന്. ഫിന്നിഷ് സമൂഹത്തിൻ്റെ സവിശേഷത പൗരന്മാർക്കിടയിലും പൊതുസ്ഥാപനങ്ങളിലുമുള്ള ഉയർന്ന തലത്തിലുള്ള വിശ്വാസമാണ്. ഈ ട്രസ്റ്റ് സന്തോഷത്തിൻ്റെ ആവശ്യ ഘടകങ്ങളായ സുരക്ഷിതത്വ ബോധവും സ്വന്തമാണെന്ന തോന്നലും വളർത്തുന്നു. രാജ്യത്തിൻ്റെ സുതാര്യതയും കുറഞ്ഞ അഴിമതിയും ഈ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് അടുത്തത്. ഫിൻലൻഡിൻ്റെ സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പൗരന്മാർക്ക് ഒരു പാർക്കിൽ നിന്നോ വനത്തിൽ നിന്നോ 10 മിനിറ്റിൽ കൂടുതൽ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഈ സാമീപ്യം മെച്ചപ്പെട്ട മാനസികവും ശാരീരികവുമായ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഔട്ട്ഡോർ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക രീതികളാണ് അടുത്തത്. പതിവ് സേനാ ഉപയോഗം പോലുള്ള പരമ്പരാഗത ഫിന്നിഷ് ആചാരങ്ങളിൽ വിശ്രമത്തിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിലും ഒരു പ്രധാന പങ്കുണ്ട്. കൂടാതെ പ്രതിരോധശേഷിയും ദൃഢനിശ്ചയവും പ്രതിനിധീകരിക്കുന്ന സിസു എന്ന ആശയം വ്യക്തികളെ പോസിറ്റീവ് വീക്ഷണത്തോടെ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്നതാണ്. ഫലപ്രദമായ പൊതുസേവനങ്ങളാണ് അടുത്തത്. ഫിന്നിഷ് സർക്കാർ ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള ഉയർന്ന നിലവാരമുള്ള പൊതുസേവനങ്ങൾ നൽകുന്നുണ്ട്. ഇത് എല്ലാ പൗരന്മാർക്കും പ്രാപ്യവുമാണ്. ഇത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുവെന്നും സമ്മർദ്ദം കുറയ്ക്കുന്നുവെന്നും മൊത്തത്തിലുള്ള ജീവിത സംതൃപ്തിക്ക് സംഭാവന നൽകുന്നുവെന്നും ഉറപ്പാക്കുന്നുണ്ട്. സന്തുലിതമായ ജോലി ജീവിത ചലനാത്മകതയാണ് അടുത്തത്. ഫിന്നിഷ് സംസ്കാരം ജോലി ജീവിത സന്തുലിതാവസ്ഥയ്ക്ക് ശക്തമായ ഊന്നൽ നൽകുന്നുണ്ട്. ഇത് വ്യക്തികൾക്ക് കുടുംബത്തോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കാനും ഒഴിവു സമയം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അനുവദിക്കുന്നു. മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും സന്തോഷം വളർത്തുന്നതിനും ഈ സന്തുലിതാവസ്ഥ നിർണായകവുമാണ്. സാമ്പത്തിക സമത്വമാണ് അടുത്തത്. താരതമ്യേന കുറഞ്ഞ വരുമാന അസമത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. ഇത് സമ്പത്ത് അസമത്വം സാമൂഹിക വിഭജനത്തിലേക്ക് നയിക്കില്ലെന്ന് ഉറപ്പാക്കുന്നു. ഈ സാമ്പത്തിക സമത്വം സാമൂഹിക ഐക്യത്തിനും കൂട്ടായ ക്ഷേമത്തിനും സംഭാവനയും ചെയ്യുന്നു. അപ്പോൾ ഫിൻലാൻഡ് എന്തുകൊണ്ട് മുന്നിലെത്തി, ഇന്ത്യ എന്തുകൊണ്ട് പിന്നിലായി, അമേരിക്കയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ കാര്യം വ്യക്തമായി കാണുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.